ആലപ്പുഴയിൽ മഴ വീഴ്ചയിൽ കുട്ടനാട്ടിൽ വ്യാപക നാശനഷ്ടമുണ്ടാകുന്നു. മഴ വീണതിനെ തുടർന്ന് വെള്ളം കയറി മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ 10 ഏക്കറോളം കൃഷിയാണ് നശിച്ചത്. ഏതായാലും കുട്ടനാട്ടിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ പറയുന്ന കിഴക്കൻ മലയിലെ വെള്ളം മുഴുവൻ ഇനിയിപ്പോൾ പടിഞ്ഞാറൻ മേഖലയായി കുട്ടനാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് എന്നോടൊപ്പം ചേരുന്നത്. ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്കുണ്ട്. ഷാജി ഇപ്പോൾ AC റോഡിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജി, ഗുഡ് മോർണിംഗ്. ഷാജി, കുട്ടനാട് സ്വാഭാവികമായും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ മലയോര മേഖലകളിലെ വെള്ളം മുഴുവൻ ഇനി കുട്ടനാട്ടിലേക്കാണ് വരിക. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. പൊഴി മുറയ്ക്കാത്തത് കൊണ്ട് തോട്ടപ്പള്ളിയിൽ വെള്ളം ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. അത് കുട്ടനാട്ടിലേക്കുള്ള വെള്ളക്കെട്ടിന്റെ അളവ് അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയും ചെയ്യും. ഇപ്പോൾ AC റോഡിൽ എന്താണ് സാഹചര്യം? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഏതാണ്ട് 800 കോടി രൂപ മുടക്കി പണിത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളം കയറി എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്ത തന്നെയാണ്. കാര്യം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളം കയറാൻ പ്രധാനമായിട്ടും കാരണം തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയുള്ള നീരൊഴുക്ക് ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ്. ഏതാണ്ട് 300 മീറ്റർ വീതിയുള്ള ഈ ഭാഗത്തുകൂടി വെള്ളം ശക്തമായി കടലിലേക്ക് പോയാൽ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കുട്ടനാട്ടിലെ വെള്ളം കുറയും. ഇതാണ് മുൻ വർഷങ്ങൾ. ഏതാണ്ട് 2018 നമുക്കറിയാം. 2018 പ്രളയത്തിന് ശേഷമാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തി. കാര്യം എന്തുകൊണ്ടാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നത് എന്നുള്ളത്. അതിനെ തുടർന്നാണ് ചെന്നൈ IIT അടക്കമുള്ള വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലൂടെയും അന്ധകാര നദിയിലൂടെയും കടലിലേക്ക് വെള്ളമൊഴുക്കി പോകുക. അത് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് കാലങ്ങളായിട്ട് നടക്കുന്നില്ലായിരുന്നു. പിന്നെ സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെ മണൽ നീക്കം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കോൺഗ്രസുകാർ അതിനെതിരെ സമരവുമായിട്ട് വന്നു. അവർ കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു, കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ മണൽ നീക്കം ചെയ്ത് കടലിലേക്ക് വെള്ളം ഒഴുകി പോകണമെന്നുള്ള കോടതിയുടെ ഉത്തരവ് വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മണൽ നീക്കം ചെയ്തു. ആ മണൽ പൊതുമേഖലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സുഗമമായിട്ട് കഴിഞ്ഞ 2025 വരെ ഈ പ്രവൃത്തി നടന്നു. അതുകൊണ്ട് കുട്ടനാട്ടിൽ കഴിഞ്ഞ 2025 വരെ 2018 ശേഷം ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മങ്കമ്പാണ്. ഇവിടെ ഒരു പാടശേഖരം, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ലൈവ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു പാടശേഖരത്തിന്റെ ബണ്ട് തകർന്നു. കാര്യം ബണ്ട് തകരാൻ കാര്യം കിടക്കുന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നില്ല, അത് കുട്ടനാട്ടിലേക്ക് വരുന്നു. ഏതാണ്ട് 45 ദിവസം പ്രായമായ ഈ കുട്ടനാട്ടിലെ നെൽകൃഷി പൂർണ്ണമായിട്ടും തകരുന്നു. ഏതാണ്ട് 10 ഏക്കറോളം വരുന്ന പ്രദേശത്തെ നെല്ല് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 45, 50 ദിവസം പ്രായമായ നെൽച്ചെടി പൂർണ്ണമായിട്ടും നശിച്ചു. അങ്ങനെ കുട്ടനാട്ടിൽ എന്തുകൊണ്ട് വെള്ളം കയറി എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ 2025 വരെ എന്തുകൊണ്ട് വെള്ളം കയറിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ഇതുവഴി ഗതാഗതം ഇനിയും തടസ്സപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വാഹനങ്ങൾ പോകുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. KSRTCയുടെ സർവീസ് ഇവിടെ മാത്രമേ ഉള്ളൂ. കോട്ടയം വഴി തണ്ണീർമുക്കം റൂട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ തകഴി, അമ്പലപ്പുഴ, തിരുവല്ല റൂട്ട് ബസ് പോകുന്നില്ല. ആകപ്പാട് ബസ് കിഴക്കൻ ഭാഗം, അതായത് MC റോഡുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ഏക മാർഗം എന്ന് പറയുന്നത് ഇപ്പോഴും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തന്നെയാണ്. ഇതുവഴി വലിയ വാഹനങ്ങളെല്ലാം തന്നെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. KSRTC സർവീസ് നടത്തുന്നുണ്ട്. KSRTC സർവീസ് നിർത്തിയിട്ടില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. കാര്യം ഇന്ന് മറ്റ് ചാനലുകളൊക്കെ നമ്മൾ ഇന്നലെ കൊടുത്തത് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചിട്ടായിരുന്നു. കാര്യം തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം അത് പൂർണ്ണമായിട്ടും തുറന്നാൽ മാത്രമേ കടലിലേക്ക് വെള്ളം പോവുകയുള്ളൂ. അവിടെ ഏതാണ്ട് പകുതിയിലധികം മണൽ കൂനകളാണ്. ഈ മണൽ കൂനകൾ നീക്കം ചെയ്താൽ മാത്രമേ വെള്ളം കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. അത് നീക്കം ചെയ്യാതെ വെള്ളം കടലിലേക്ക് പോകാതെ കുട്ടനാട്ടിലെ വെള്ളത്തെ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതൽ? കുട്ടനാട് MLA ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുൻപ് അമ്പലപ്പുഴയിൽ പോയി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അമ്പലപ്പുഴ MLA വന്നു കുട്ടനാട് MLAക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചു. അങ്ങനെ വിവാദങ്ങളല്ല. പക്ഷേ ഇതൊരു കൂട്ടായ്മയില്ലാത്ത പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 2018 ശേഷം കുട്ടനാട്ടിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഈ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. മനു, തീർച്ചയായും ഷാജി.